കേരളത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സഭയുമായുള്ള അവരുടെ ബന്ധമാണ്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിൽ വന്ന വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ പോര് കൂടുതൽ വഷളാക്കേണ്ടെന്ന പക്വമായ നിലപാടിലേക്കാണ് ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സഭയുമായുള്ള തർക്കം മുനതേച്ച് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. ദീപിക പത്രത്തിലെ ലേഖനങ്ങളെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ സഭയ്ക്കെതിരല്ലെന്നും അത് കേവലം പത്രത്തോടുള്ള വിമർശനം മാത്രമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് തർക്കങ്ങൾ അവസാനിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം. അതേസമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതകളെ കുറിച്ചുള്ള തികഞ്ഞ ആത്മവിശ്വാസവും യോഗത്തിൽ ചർച്ചയായി. കേരളത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ പുതിയ സമവായത്തിന്റെ പാത തുറക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ക്രൈസ്തവ സഭയുമായുള്ള അകൽച്ച പാർട്ടിക്ക് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവിൽ ദീപിക പത്രവുമായുള്ള പോര് ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ലെന്ന കർക്കശമായ നിലപാടാണ് കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. സഭയെ തങ്ങൾ ലക്ഷ്യമിട്ടില്ലെന്നും പത്രത്തിലെ ചില നിലപാടുകളോടുള്ള പ്രതിഷേധം മാത്രമാണ് പ്രകടിപ്പിച്ചതെന്നുമാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വിവാദപരമായ സഭാ വിമർശനങ്ങൾ യോഗത്തിൽ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കി. പാർട്ടിയുടെ അറിവോടെയാണോ ഇത്തരം ഒരു കടന്നാക്രമണം ഉണ്ടായതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചോദ്യമുയർത്തിയപ്പോൾ തങ്ങൾ സഭയെ അല്ല മറിച്ച് ദീപികയിലെ ലേഖനങ്ങളെയാണ് വിമർശിച്ചതെന്ന് ഇരുവരും യോഗത്തെ അറിയിച്ചു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായെന്ന് പാർട്ടി വിലയിരുത്തുമ്പോഴും ഒരു കാരണവശാലും സഭയെ പിണക്കി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ധാരണയിലാണ് നേതൃത്വം ഒടുവിൽ എത്തിച്ചേർന്നത്. എന്നാൽ സമാധാന അന്തരീക്ഷത്തിനിടയിലും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ചേരിതിരിവ് മറനീക്കി പുറത്തു വന്നു. ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുള്ള കടുത്ത വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. ഓഡിയോ വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കെ സോമൻ വൈകാരികമായി പ്രതികരിച്ചപ്പോൾ നേതൃത്വം ഈ വിഷയത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ചു. ഈ ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിലും തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് ബി.ജെ.പി. പങ്കുവെക്കുന്നത്. നേമത്തും കഴക്കൂട്ടത്തും താമര വിരിയുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. നേമത്ത് ന്യൂനപക്ഷ വോട്ടുകൾ UDF, LDF സ്ഥാനാർത്ഥികൾക്കിടയിൽ വിഭജിക്കപ്പെട്ടതും നിഷ്പക്ഷ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിയതും വിജയത്തിന് വഴിയൊരുക്കുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കഴക്കൂട്ടത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കടകംപള്ളി സുരേന്ദ്രന് തിരിച്ചടിയാകുമെന്നും അത് വി മുരളീധരന് അനുകൂല തരംഗമുണ്ടാക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. മഞ്ചേശ്വരത്ത് ഇത്തവണ പ്രവാസി വോട്ടുകളുടെ കുറവ് കെ സുരേന്ദ്രന് തുണയാകുമെന്നും തൃശൂർ, ചാത്തന്നൂർ, പാലക്കാട്, മണലൂർ എന്നിവിടങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ സംഭവിക്കുമെന്നും വിലയിരുത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള ഒരുക്കത്തിലാണ് ബി.ജെ.പി. നേതൃത്വം.